ഹായ് ഓൾ, വെൽക്കം ടു ഫണ്ടക്. ഡിയർ ഇൻവെസ്റ്റേഴ്സ്, ഫണ്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഒരുപാട് നാളുകളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇത്തവണ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ പവർ സെക്ടറിൽ തന്നെ വളരെ വലിയൊരു കുതിച്ചുചാട്ടത്തിന് കാരണമായേക്കാവുന്ന ഒരു നൂതന സാങ്കേതിക സംവിധാനത്തെക്കുറിച്ചാണ്. മറ്റുള്ള പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ നടപ്പിൽ വരുത്തി വളരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെക്നോളജി ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയുടെ പവർ സെക്ടറിനും നമ്മുടെ പവർ സസ്റ്റൈനബിലിറ്റിക്കും മികച്ച ഒരു മുതൽക്കൂട്ടായി മാറിയേക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറ്റ്സ് നൺ അതർ ദാൻ ദ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇന്ന് പ്രധാനമായും നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ BESS എന്താണെന്നും അവയുടെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണെന്നും ഈ മേഖലയിൽ മികച്ച വളർച്ചാ സാധ്യതയുള്ള കമ്പനികൾ ഏതൊക്കെയാണെന്നൊക്കെയാണ്. ഇന്ത്യാസ് എനർജി സ്റ്റോറേജ് റവല്യൂഷൻ 2030 നോൺ ഫോസിൽ ഫ്യൂവൽ കപ്പാസിറ്റിയിൽ നിന്നും 500 GW ആണ് പവർ ജനറേഷൻ നമ്മുടെ ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയുടെ പവർ ജനറേഷൻ സെഗ്മെൻറ്റിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി റിന്യൂവബിൾ എനർജി സോഴ്സിൽ നിന്നുള്ള പവർ ജനറേഷൻ റാപ്പിഡ് ഗ്രോത്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സോളാറിൽ നിന്നും വിൻഡിൽ നിന്നും അത് ധാരാളം ലഭ്യമാകുന്ന സമയത്ത് അതിൽ നിന്നും പവർ ജനറേറ്റ് ചെയ്ത് അതിനെ സൂക്ഷിച്ച് വെച്ച് പിന്നീട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ ഉപയോഗിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയുടെ ഹ്യൂജ് പവർ ഡിമാൻഡിനെ ബാലൻസ് ചെയ്യുവാൻ പോലും ഈ ഒരു സാങ്കേതിക സംവിധാനം കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ളൊരു സംവിധാനമാണ് എനർജി സ്റ്റോറേജ് സിസ്റ്റം. ആ എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നോളജിയാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. എ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ക്യാപ്ചേഴ്സ് എനർജി ഫ്രം വേരിയസ് സോഴ്സസ്, stores it in rechargeable batteries and discharges it as needed to power homes, electric vehicles and industrial facilities. സോളാറിൽ നിന്നും വിൻഡിൽ നിന്നുമൊക്കെ പവർ ജനറേറ്റ് ചെയ്ത് അതിനെ ഒരു ഹ്യൂജ് ബാറ്ററിയിൽ സൂക്ഷിച്ച് പിന്നീട് അത് ആവശ്യമുള്ള സമയത്ത് നമ്മുടെ വീടുകളിലേക്കും ഇലക്ട്രിക് വെഹിക്കിൾസിനും നമ്മുടെ ഇൻഡസ്ട്രീസിനുമൊക്കെ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. ഇതിനകത്ത് പ്രധാനമായിട്ടും 4 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒന്നൊരു ബാറ്ററി സിസ്റ്റമാണ്. ഒരു ഇൻഡിവിജ്വൽ സെൽസ്, ഒരു ഹ്യൂജ് ഇൻഡിവിജ്വൽ ബാറ്ററി. ഈ ബാറ്ററി ചെയ്യുന്നത് എന്താണ്? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. BMS സിസ്റ്റം, ദ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ ബാറ്ററിയുടെ സെൽസിൻ്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുന്നത്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ. പിന്നീട് വരുന്നത് ഇൻവെർട്ടറാണ്. ഇൻവെർട്ടർ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. DC to AC കൺവേർഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻവെർട്ടർ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് EMS ആണ്, എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഈ എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഈ എനർജി ഫ്ലോയെ കൃത്യമായി മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ഈ 4 ഘടകങ്ങൾ ചേർന്നാണ് നമ്മുടെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം രൂപകൽപ്പപ്പെട്ടിരിക്കുന്നത്. വൈ ഇന്ത്യ നീഡ്സ് ബാറ്ററി സ്റ്റോറേജ്? ഇന്ത്യക്ക് എന്തുകൊണ്ട് BESS ഇത്രത്തോളം റെലവൻ്റ് ആയിട്ട് മാറുന്നു? ഫസ്റ്റ് റീസൺ, യൂസിങ് റിന്യൂവബിൾ എനർജി. സോളാർ പവർ പ്ലാന്റുകളിൽ നിന്നും വിൻഡ് പവർ പ്ലാന്റുകളിലൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ, വൈദ്യുതിയെ നമുക്ക് ആവശ്യമുള്ള കാലയളവിലേക്ക് ഉപയോഗിക്കുന്നതിലേക്കായി കീപ്പ് ചെയ്ത് വയ്ക്കുവാൻ, സൂക്ഷിച്ച് വയ്ക്കുവാൻ നമുക്ക് BESS യൂസ് ചെയ്യാം. മറ്റൊന്ന്, ഹാൻഡ്ലിങ് ഹൈ പവർ യൂസ്. നമുക്കറിയാം, നമ്മുടെ ഇൻഡസ്ട്രികളൊക്കെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയും ഡാറ്റാ സെൻറ്റർ ഇൻഡസ്ട്രികളൊക്കെ വളർന്നുകൊണ്ട് വരുന്നു. അപ്പോൾ ഈ ഇൻഡസ്ട്രികൾക്കെല്ലാം വളരെ വലിയ തോതിൽ പവർ ആവശ്യമാണ്. സോ ഈ പവർ ഡിമാൻഡ് മീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവാൻ BESS സിസ്റ്റത്തിന് കൊണ്ട് കഴിയും. നെക്സ്റ്റ് വൺ, ഇംപ്രൂവിങ് ദ പവർ ഗ്രിഡ്. പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന വേളകളിൽ പലപ്പോഴും പവറിന് കട്ട് ഡൗൺസ് ഉണ്ടാകാറുണ്ട്. FY 23 ഏകദേശം 17% ആയിരുന്നു ഇതെങ്കിൽ ഇനിയുള്ള കാലയളവിലും അത് കൂടുവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ BESS സിസ്റ്റം കൊണ്ടുവരുന്നതോടുകൂടി നമ്മുടെ പവർ ഗ്രിഡുകളെ വളരെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. 4ാമത്തെ റീസൺ എന്ന് പറയുന്നത്, ഒരു നല്ല പവർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാനും BESS എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം കൊണ്ട് സാധിക്കും. ഇനി ഇന്ത്യയുടെ BESS മാർക്കറ്റിൻ്റെ ഒരു സൈസ്, അതിൻ്റെ ഒരു ഗ്രോത്ത് പ്രൊജക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. 2024 $7.8 ബില്യൺ മാർക്കറ്റായിരുന്നു BESSന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 2030 ഏകദേശം $32 ബില്യൺ മാർക്കറ്റായിട്ട് വളർന്നു വരാൻ പോവുകയാണ് BESS എന്ന് പറയുന്ന മാർക്കറ്റ്. അത്രയും അധികം ഗ്രോത്ത് പ്രൊജക്ഷനാണ് BESSന് ഉള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 2027 എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 35 GWh ആണെങ്കിൽ 2032 236 GWh മാറണം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇനി BESSൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം.
നമ്മൾ മുന്നേ പറഞ്ഞു റിന്യൂവബിൾ എനർജി യൂസ്, വിൻഡ് പവർ പ്ലാന്റുകളിൽ നിന്നും സോളാർ പവർ പ്ലാന്റുകളിൽ നിന്നൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ കീപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. നമ്മുടെ ഗ്രിഡിനെ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും. റൂറൽ ഏരിയാസിൽ പവറിങ്ങിന് വേണ്ടിയിട്ടും BSSനെ യൂസ് ചെയ്യാം. ഗ്രിഡ് കണക്ടിവിറ്റി ഇല്ലാത്ത വളരെ റിമോട്ട് വില്ലേജസുകളിലൊക്കെ പവർ എത്തിക്കണമെങ്കിൽ നമുക്ക് BSSനെ യൂസ് ചെയ്യാം. ബെറ്റർ എനർജി ഫോർ ബിസിനസ്, വളരെ വലിയ ഇൻഡസ്ട്രികളൊക്കെ വളർന്നു വരുന്ന നമ്മുടെ നാട്ടിൽ സ്മാർട്ട് ഇൻഡസ്ട്രികളൊക്കെ വളർന്നു വരുന്നുണ്ട്. സോ ഈ ഇൻഡസ്ട്രികളിലൊക്കെ അവർക്ക് പവറിൻ്റെ പീക്ക് ഡിമാൻഡ് പവറിന് ആവശ്യമുള്ള ടൈമുകളിലൊക്കെ അവർക്ക് യൂസ് ചെയ്യുവാനായിട്ട് BS സിസ്റ്റത്തെ യൂസ് ചെയ്യാം. അതായത് ഓഫ് സീസണിലൊക്കെ വളരെ വില കുറഞ്ഞ് കിട്ടുന്ന വൈദ്യുതിയെ വാങ്ങി സൂക്ഷിച്ച് വെച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റിക്ക് പീക്ക് ഡിമാൻഡ് ഉള്ള ടൈമിൽ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് BSSനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് BSSൻ്റെ ഒരു വാല്യൂ ചെയിനാണ്. മെയിനായിട്ടും വരുന്നത് കമ്പോണൻറ്റ് മാനുഫാക്ചറിങ് ആണ്. BSSലെ ഏറ്റവും ക്രിട്ടിക്കൽ കമ്പോണൻ്റാണ് ബാറ്ററി എന്ന് പറയുന്നത്. ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, അത് ഡിസൈൻ ചെയ്യുന്ന കമ്പനികൾ, ഈ ബാറ്ററിയുടെ മൊഡ്യൂൾസുകൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികൾ, ഇവയ്ക്കൊക്കെ വളരെ വലിയ സാധ്യതയാണുള്ളത്. രണ്ട്, സിസ്റ്റം ഇൻ്റഗ്രേഷൻ. BSSൻ്റെ ആ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുക, അതിന് എഞ്ചിനീയറിംഗ്, അതിൻ്റെ അസംബ്ലിങ്, ഇതേ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ഈ ഒരു വാല്യൂ ചെയിനിൽ വളരെ സാധ്യതയാണുള്ളത്. മൂന്നാമത് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻസ്റ്റാളേഷൻ. ഓഫ് കോഴ്സ് EPC പ്ലെയേഴ്സ്, ഈ പ്രൊജക്റ്റ് ചെയ്യുവാൻ നമ്മുടെ നാട്ടിൽ സ്കിൽഡ് ആയിട്ടുള്ള കമ്പനികളുണ്ടെങ്കിൽ ആ കമ്പനികൾക്കും BSS എന്ന് പറയുന്ന വാല്യൂ ചെയിനിൽ മികച്ച വളർച്ചാ സാധ്യതകളാണുള്ളത്. നാലാമതായിട്ട് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്. BSS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം പോരാ, കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതിന് വേണ്ട മെയിൻ്റനൻസ് നടത്തുകയും ചെയ്താൽ മാത്രമേ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനികൾക്കും വളർച്ചാ സാധ്യതകളാണുള്ളത്. ഫൈനലി റീസൈക്ലിംഗ്. ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകൾ റീസൈക്കിൾ ചെയ്യേണ്ടി വരും. ലിഥിയം അയൺ ബാറ്ററീസ് ഒക്കെയാണുള്ളത്. ഈ ബാറ്ററികളൊക്കെ റീസൈക്കിൾ ചെയ്യേണ്ടി വരും. സോ റീസൈക്ലിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും BS വാല്യൂ ചെയിനിൽ മികച്ച വളർച്ചാ സാധ്യതയുണ്ട്. ഇനി ഏതൊരു സിസ്റ്റം ആയാലും ഏതൊരു ഇൻഡസ്ട്രി ആയാലും വളർന്നു വരണമെങ്കിൽ അതാത് രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ മികച്ച സപ്പോർട്ടുകളും അവരുടെ മികച്ച പോളിസികളൊക്കെ ഉണ്ടായേ പറ്റുള്ളൂ. സോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏതൊക്കെ രീതിയിലാണ് BSS മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്നും ഏതൊക്കെ തരത്തിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നാഷണൽ എനർജി സ്റ്റോറേജ് മിഷനാണ്. 2030 നമ്മുടെ ഡൊമസ്റ്റിക് ബാറ്ററി മാനുഫാക്ചറിങ് കപ്പാസിറ്റി 50 GWh എത്തിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത് നോക്കിയാൽ, ഒന്നാമതായിട്ട് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് PLI സ്കീമാണ്. അതായത് ACC ബാറ്ററി മാനുഫാക്ചറിങ്, അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെൽ ബാറ്ററി മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടായിട്ട് അടുത്ത 5 വർഷക്കാലത്തേക്ക് 11,100 കോടി രൂപ, അപ്രോക്സിമേറ്റ്ലി $2.4 ബില്യൺ നമ്മുടെ ഗവൺമെൻറ് മാറ്റിവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ BSS ഇൻഡസ്ട്രിയെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിട്ട് പുതിയ എനർജി സ്റ്റോറേജ് ഓബ്ലിഗേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇനി സ്ഥാപിക്കാൻ പോകുന്ന സോളാർ, വിൻഡ് പവർ പ്ലാന്റുകളിലൊക്കെ ഇതിൻ്റെ EPC പ്ലെയേഴ്സ് നിർബന്ധമായും 5 to 10% BSS ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതായത് ഈ പ്ലാന്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയെ BSSൽ കീപ്പ് ചെയ്ത് അതിൽ നിന്ന് വേണം ട്രാൻസ്മിഷൻ നടത്തേണ്ടത്. സോ ആ ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവിലോടുകൂടി ഇനി വരാൻ പോകുന്ന പ്ലാന്റുകളിലെല്ലാം നിർബന്ധമായും BSS എന്ന് പറയുന്നൊരു സിസ്റ്റം ഉണ്ടായിരിക്കും. നാലാമതായി വേവിംഗ് ട്രാൻസ്മിഷൻ ചാർജസ്. അതായത് റിന്യൂവബിൾ എനർജിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയെ ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്ന ഇൻ്റർസ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ചാർജസ് വേവ് ഓഫ് ചെയ്തിരിക്കുകയാണ്. സോ അതും BSS മാർക്കറ്റിന് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇനി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഹേർഡിൽസുകൾ കടന്നു വേണം നമ്മൾ ഈ ഒരു മേഖലയിലെ ഒരു വളർച്ച, ഒരു സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ബാറ്ററിയുടെ ഒരു കോസ്റ്റ് തന്നെയാണ്. മുൻകാലങ്ങളിലൊക്കെ BSS മാർക്കറ്റിനെ കുറച്ച് പിന്നോട്ട് നിർത്തിയിരുന്ന പ്രധാന ഘടകമെന്ന് പറയുന്നത് ബാറ്ററിയുടെ കോസ്റ്റായിരുന്നു. ഹ്യൂജ് കോസ്റ്റായിരുന്നു ബാറ്ററിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ 2010 നിന്നും 2023 എത്തുമ്പോൾ ലിഥിയം അയൺ ബാറ്ററീസിൻ്റെ പ്രൈസൊക്കെ 89% ഡ്രോപ്പ് ആയിട്ടുണ്ട്. സോ ഇനി വരുന്ന കാലയളവിലും ഈ ബാറ്ററിയുടെ പ്രൈസ് കുറയുന്നതോടുകൂടി BSS എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആകും. അതുപോലെ തന്നെ മെറ്റീരിയൽ സെക്യൂർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കൃത്യമായ അളവിൽ നമ്മുടെ ഡിമാൻഡിന് ആവശ്യമായ രീതിയിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
സോ ക്രിട്ടിക്കൽ മിനറൽസ് വളരെയധികം ആവശ്യമാണ് ഈ ഇൻഡസ്ട്രിക്ക്. അപ്പോൾ മറ്റുള്ള പല രാജ്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുകയാണ് നമ്മൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത്. ചൈനയാണ് ഈ ഒരു ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ ഈ ഒരു സെക്ടറിലെ ജയൻ്റ് എന്ന് പറയുന്നത്. സോ എപ്പോഴും നമുക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളും നമ്മുടേതായ രീതിയിൽ ക്രിട്ടിക്കൽ മിനറൽസ് മൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് കീപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഭാവിയിൽ നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ലോക്കൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പോൾ BESSൻ്റെ ടെക്നോളജി ഇത് എഫക്റ്റീവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ആ ടെക്നോളജി അഡാപ്റ്റ് ചെയ്താണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഭാവിയിൽ നമുക്ക് നമ്മുടേതായ ലോക്കൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു സെൽഫ് സസ്റ്റെയിൻ ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഇൻഡസ്ട്രിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പുതിയ ബാറ്ററികൾ, ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററീസ് ഉണ്ട്, ലിഥിയം അയൺ ബാറ്ററീസ് ഉണ്ട്. ഇനിയിപ്പോൾ സൾഫർ അയൺ ബാറ്ററികൾ, ഫോസ്ഫറസ് അയൺ ബാറ്ററികളൊക്കെ വരാൻ പോകുന്നു. കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ല ഷെൽഫ് ലൈഫൊക്കെ ഉള്ള ബാറ്ററികൾ വരാൻ പോകുന്നു. സോ അതും അങ്ങനെ വില കുറഞ്ഞ ബാറ്ററികൾ, വളരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററികളൊക്കെ വരുമ്പോഴത്തേക്കും BESS പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് കുറയും. വളരെ എഫക്റ്റീവായിട്ട് ഈ പ്രോജക്റ്റുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും റൺ ചെയ്യാനും സാധിക്കും. ഇനി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് അദ്വൈത് എനർജി ട്രാൻസിഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ത്യയുടെ പവർ സെക്ടറിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മികച്ച സാന്നിധ്യം ഉള്ള ഒരു കമ്പനിയാണ് അദ്വൈത് എനർജി എന്ന് പറയുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ്റെ തീം എടുത്തു കഴിഞ്ഞാൽ അദ്വൈത് എനർജി അവിടെ ഉണ്ട്. ഇലക്ട്രോലൈസർ മാനുഫാക്ചറിങ്ങിലെ നല്ലൊരു പ്ലെയറാണ്. സോളാർ പ്രോജക്റ്റുകളിലെ നല്ലൊരു പ്ലെയറാണ്. അദ്വൈത് എനർജി BESS പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട്. അദ്വൈത് എനർജിയുടെ ഒരു മന്ത്ലി ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ഒരു BESS പ്രൊജക്റ്റുകൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഏകദേശം 50 മെഗാവാട്ട് 100 മെഗാവാട്ട് അവറിൻ്റെ BESS പ്രോജക്റ്റാണ് ഗുജറാത്തിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ളത്. 30% ഓഫ് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവർക്കുണ്ട്. അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ 200 മെഗാവാട്ടിലേക്ക്, അതായത് 4 ഇരട്ടിയോളം BESSൻ്റെ പ്രോജക്റ്റ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. സോ ഈ ഒരു മേഖലയിൽ ഒരുപക്ഷേ ഭാവിയിൽ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു കമ്പനിയായി മാറിയേക്കാം അദ്വൈത് എനർജി എന്ന് പറയുന്നത്. മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ്. ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ മികച്ചൊരു കമ്പനിയാണ് HG ഇൻഫ്ര. റോഡ് കൺസ്ട്രക്ഷൻ, റെയിൽവേ പ്രോജക്റ്റുകൾ, മെട്രോ പ്രോജക്റ്റുകൾ, സോളാർ പ്രോജക്റ്റുകൾ അതൊക്കെ ചെയ്യുന്ന ഈ കമ്പനി BESSൻ്റെ പ്രോജക്റ്റുകളും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരുടെ ഓർഡർ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ 6.4% ഓർഡർ ബുക്ക് BESSനാണ് ഉള്ളത്. സോ ഭാവിയിൽ ഈ ഓർഡർ ബുക്കുകൾ വീണ്ടും ഇമ്പ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏകദേശം 12,000 കോടി രൂപയുടെ ടെൻഡറാണ് റീസെൻ്റ്ലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടെൻഡറിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മികച്ച ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികൾക്ക് പ്രോജക്റ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഈ മേഖലയിലുള്ള മറ്റൊരു കമ്പനിയാണ് SPML ഇൻഫ്ര എന്ന് പറയുന്നത്. SPML ഇൻഫ്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വാട്ടർ പ്രോജക്റ്റുകൾ, വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോജക്റ്റുകളിലെയൊക്കെ ഒരുപാട് പ്രോജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന, ജൽജീവൻ മിഷനും അമൃത് പോലെയുള്ള പദ്ധതികളിലേക്ക് പ്രോജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നൊരു കമ്പനിയാണ്. അവരിപ്പോൾ BESSലേക്കും അവരുടെ ബിസിനസ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുകയാണ്. അവരുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗൈഡൻസ് പ്രകാരം BESSൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് 2026-27 കാലയളവ് കൊണ്ട് 34.72 ജിഗാവാട്ട് അവറിലേക്ക് നമ്മുടെ എനർജി സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യിക്കണമെന്നുള്ളതാണ്. സോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഒക്കെ അവരുടെ ഈ SPML ഇൻഫ്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് മഹാരാഷ്ട്രയിൽ BESS മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു വർഷം കൊണ്ട്. അതിനുള്ള ലാൻഡ് അക്വിസിഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ BESSൻ്റെ ടെക്നോളജി അഡാപ്റ്റേഷൻ ഇവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ബി-വോൾട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടെക്നോളജി അഡാപ്റ്റേഷൻ ഒരു US കമ്പനിയിൽ നിന്നും $90 മില്യൺ ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. സോ റീസെൻ്റ്ലി വരാൻ പോകുന്ന BESSൻ്റെ ടെൻഡറുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ SPML ഇൻഫ്രയും ഉണ്ടായിരിക്കും. സോ ആ ഒരു ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ ഒരുപക്ഷേ SPML ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു ടേൺ അറൗണ്ടായി മാറിയേക്കാം. ഇനി അടുത്ത മറ്റൊരു കമ്പനി എന്ന് പറയുന്നത് ACME സോളാറാണ്. സോളാർ വിൻഡ് പ്രോജക്റ്റുകളിലെ ഒരു EPC പ്ലെയറാണ് ACME സോളാർ. ഇവരും BESSൻ്റെ പ്രോജക്റ്റുകളിൽ വളരെ നല്ല രീതിയിൽ അവരുടെ പ്രസൻസ് നിലവിലുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹരിയാനയിൽ ഉള്ള ഒരു BESS പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ബാറ്ററി ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ട്രിയാന പവർ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ നിന്നാണെന്ന് തോന്നുന്നു. ഓർഡർ ചെയ്തിരിക്കുന്നത് ACME സോളാറാണ്. സോ ACME സോളാറിൻ്റെയും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏകദേശം 3600 മെഗാവാട്ട് അവർ ആയിരിക്കും അവർ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു കമ്പനി ഈ മേഖലയിലുള്ളത്
ഡെഫിനറ്റ്ലി എക്സൈഡാണ്. ബിക്കോസ് BSS സിസ്റ്റത്തിലെ ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ബാറ്ററി തന്നെയാണ്. സോ ഇൻഡസ്ട്രിയൽ UPS, സോളാർ സൊല്യൂഷൻസ് എന്നീ മേഖലയിൽ ബാറ്ററി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈഡും രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റ് കമ്പനികളുമുണ്ട്, അമർ രാജയൊക്കെ ഉണ്ട്, മാക്സ് വോൾട്ട് പോലെ വേറൊരു SME ഉണ്ട്. എന്നാലും എക്സൈഡ് ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ കുറച്ചും കൂടി നല്ല പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയാണ് പ്രോസ്റ്റാം. റീസെൻ്റ്ലി ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാം, റീസെൻ്റ്ലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നിക്ഷേപകർക്ക് മികച്ച റിട്ടേൺ കൊടുത്തൊരു കമ്പനി കൂടിയാണ് പ്രോസ്റ്റാം എന്ന് പറയുന്നത്. പ്രോസ്റ്റാമിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് ദേ ആർ എൻഗേജ്ഡ് ഇൻ ഡിസൈനിങ്, മാനുഫാക്ചറിങ്, അസംബ്ലിങ്, സെയിൽ, സർവീസ് ആൻഡ് സപ്ലൈ ഓഫ് എനർജി സ്റ്റോറേജ് എക്യുപ്മെൻറ്റ് ആൻഡ് പവർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ലിഥിയം ആൻഡ് ബാറ്ററി പാക്സുകൾ നിർമ്മിക്കുന്ന, ഇൻവെർട്ടറുകൾ നിർമ്മിക്കുന്ന, ഈ സിസ്റ്റത്തെയൊക്കെ മാനേജ് ചെയ്യുന്ന, മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് പ്രോസ്റ്റാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസ്റ്റാമിനും ഇനി വരുന്ന കാലഘട്ടത്തിൽ BSS എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റിൽ വളരെ നല്ല വളർച്ചാ സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ത്യയുടെ ക്ലീൻ എനർജി ട്രാൻസിഷനിലേക്കുള്ള കുതിപ്പിന്, നമ്മുടെ പവർ സെക്ടറിൻ്റെ ഗ്രോത്തിന് BSS എന്ന് പറയുന്ന ഈ ഒരു പുതിയ സാങ്കേതിക സംവിധാനം വേഗത കൂട്ടും എന്ന് തന്നെ നമുക്ക് കരുതാം. ഗവൺമെൻറ്റിൻ്റെ മികച്ച നയപരമായ തീരുമാനങ്ങളും സ്ട്രോങ് സപ്പോർട്ടും സ്ട്രോങ് ഇനിഷ്യേറ്റീവ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രി ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന കാലം വിദൂരമായിരിക്കില്ല. BSS എന്ന വാല്യൂ ചെയിനിലേക്ക് ഭാവിയിൽ മികച്ച നിക്ഷേപങ്ങളും മികച്ച സാധ്യതകളും മികച്ച ടെക്നോളജികളുമൊക്കെയായി ഒരുപാട് കമ്പനികൾ ഇനിയും വന്നേക്കാം. അങ്ങനെ ഭാരതം ക്ലീൻ എനർജി സെക്ടറിൽ, BSS സെക്ടറിൽ ഒരു ഗ്ലോബൽ ഹബ്ബായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരിക്കൽ കൂടി പറയുന്നു, തീർത്തും പഠനാവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണിത്. നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ കൃത്യമായും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടു കൂടി മാത്രം ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റാണ്, പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. അന്റാർട്ടിക്കയിൽ ഒരു ബോംബ് വീണാൽ പോലും നമ്മുടെ മാർക്കറ്റ് 100 പോയിൻ്റ് ഇടിയും. അതുകൊണ്ട് കൃത്യമായ നിക്ഷേപ തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം ചെയ്യുക. ഒരിക്കൽ കൂടി ഞാൻ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ലിങ്ക് ഷെയർ ചെയ്യുക. കൂടുതൽ മികച്ച സെക്ടറുകളുടെ ഇതിലും മികച്ച അനാലിസിസുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.